ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ക്രിസ്മസ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ വിതരണം സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിതരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നേരത്തെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നതെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണമായി അറിയിച്ചിരിക്കുന്നത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി വായ്പയെടുക്കുവാൻ നടപടി ആരംഭിച്ചുവെങ്കിലും വേണ്ടത്ര തുക സമാഹരിക്കുവാൻ കഴിയാത്തതാണ്. ഇതിനെ തുടർന്നാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ തന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തും വിതരണം ചെയ്യുവാൻ ധനവകുപ്പ് തീരുമാനമെടുത്തത്. 62 ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഡിസംബർ 23 തിങ്കളാഴ്ച മുതലാണ് ക്രിസ്മസ് പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത്. ആദ്യം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കും. സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതലോ കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ബുധനാഴ്ചയാണ് ക്രിസ്മസ് എന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ മിക്കവർക്കും ക്രിസ്മസിന് മുമ്പേ പെൻഷൻ ലഭിക്കുമെങ്കിലും കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ പലർക്കും ക്രിസ്മസിന് ശേഷമാകും പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുക. ക്രിസ്മസിന് മുമ്പേ കിട്ടാത്തവർക്കെല്ലാം തന്നെ അതിനുശേഷം ന്യൂ ഇയറിന് മുമ്പായി പെൻഷൻ തുക അക്കൗണ്ടുകളിലും കൈകളിലും വിതരണം ഉണ്ടാകുന്നതാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടുന്നവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യഘട്ടം ലഭിക്കുക. അങ്ങനെയുള്ളവർക്ക് 1600 പകരം 1400, 1300, 1100 എന്നിങ്ങനെ എത്തിച്ചേരും. അതിനുശേഷമുള്ള ദിവസങ്ങൾ ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും കേന്ദ്രവിഹിത തുകയായ 200 മുതൽ 500 രൂപ വരെ പ്രത്യേകമായി വീണ്ടും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ഇനി 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാനുണ്ട്. ഇതിൽ ഒരു ഗഡു കൂടി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. മാർച്ച് മാസത്തിനുള്ളിൽ സർക്കാർ അത് വിതരണം ചെയ്യേണ്ടതുണ്ട്. ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് അതിൻ്റെ വിതരണം നടത്തുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുവെങ്കിലും സഹകരണ വായ്പയായി 3000 കോടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ സഹകരണ വായ്പ ലഭിക്കുമ്പോൾ ഇനി 2 മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. തിങ്കളാഴ്ച ആദ്യഘട്ട വിതരണം DBT സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചാൽ അപ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ചില മാസങ്ങളിൽ 1-2 ദിവസങ്ങൾ വൈകാറുണ്ട്. എന്നാൽ ബുധനാഴ്ച ക്രിസ്മസ് ആയതിനാൽ ഇത്തവണ വൈകാതെ തിങ്കളാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.